ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ബാങ്ക് എക്സാമുകളിൽ ഒന്നായ IBPS പിഒനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ IBPS RRB പറ്റിയൊക്കെ നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. അപ്പോ ജൂലൈ മാസങ്ങളിൽ, അതും ജൂലൈ ലാസ്റ്റോട് കൂടി തന്നെ നമുക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം IBPS RRB. അത് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത അവസരം എന്താണ്? അപ്പൊ IBPSന്റെ കലണ്ടർ പ്രകാരം പിന്നെ നമുക്ക് വരുന്ന പരീക്ഷയാണ് IBPS പിഒയുടെ പരീക്ഷ. അതായത് RRB എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്, അതായത് കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള ആ റിക്രൂട്ട്മെന്റും ബാക്കിയുള്ള 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് IBPS നടത്തുന്ന IBPS പിഒ ക്ലർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ IBPS പിഒയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ടാണ് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് ആണ്. ഏജ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ കുറേ പേരുണ്ട്, റിലാക്സേഷനിലെ ഡൗട്ട് ഉള്ളവരുണ്ട്, അതുപോലെ നമ്മുടെ ഏജ് എത്രയാണെന്നുള്ളതിൽ ഡൗട്ട് ഉള്ളതുണ്ട്. അതിൽ ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ ടെന്റേറ്റീവ് കലണ്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ IBPS പിഒയുടെ പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 4-നാണ്. അപ്പൊ ഏകദേശം നമുക്ക് ഇനിയും നല്ല പോലെ ടൈം ഉണ്ട്. അപ്പം പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അതായത് ഒരു ബാങ്കിങ് എറ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇരിക്കുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരു എക്സാം എന്നുള്ള, അതല്ലെങ്കിൽ ഈ ഒരു ജോലി എന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 10-ാം മാസം, അതായത് ഒക്ടോബർ മാസം 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും പിഒ എക്സാം, പ്രിലിമിനറി എക്സാം. അതിൽ പിന്നെ 5 ഉണ്ട്, പിന്നെ 11 ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ മെയിൻ എക്സാം വരുന്നത് നവംബർ 29-നാണ്. അത് കഴിയുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. അത് നവംബർ 22-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ 23-ന് എക്സാം ഉണ്ട്. മെയിൻ എക്സാമിനേഷൻ വരുന്നത് ജാനുവരി 4-നാണ്. അത് കഴിയുമ്പോൾ വരുന്നതാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അഥവാ നമുക്ക് പറയാം നമ്മുടെ IBPS ക്ലർക്ക്. അത് ഡിസംബർ 6-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ മെയിൻ എക്സാം വരുന്നത് ഫെബ്രുവരി 1-നാണ്. അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ടെന്റേറ്റീവ് കലണ്ടർ. ഇനി ഏജിന്റെ കാര്യത്തിൽ പലർക്കും പല ഡൗട്ടുകളും വരുന്നുണ്ട്. ഇപ്പം ക്ലർക്കിനാണെങ്കിലും ഒരു സെപ്പറേറ്റ് ഏജ് ആണ്, അതുപോലെ പിഒക്ക് ആണെങ്കിലും സെപ്പറേറ്റ് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിഒയുടെ ഏജ് ലിമിറ്റ് നോക്കാം. 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വരേണ്ടത്. ഇപ്പൊ 2024 പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ഏജ് വരുമ്പോ ഇത്ര കട്ട് ഓഫ് ഡേറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഏജ് ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത്. അപ്പം 20 to 30 ഇയേഴ്സ് തന്നെയാണ്. 20-നും 30-നും ഇടയിലുള്ളവർക്ക് പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി 30-ലോട്ട് അടുത്ത് നിൽക്കുന്നവർക്കാണ് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരിക അല്ലെ. ഇപ്പോ 2024 പ്രകാരം ആണെങ്കിൽ നമുക്ക് അന്ന് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 1-നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതേ ഒരു മാസം വെച്ചിട്ടാണ് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഏജിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഇയർ ആൻഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 94 ഓഗസ്റ്റ് 2-ന്, 2-ന് ഏർലിയറും ആവാൻ പാടില്ല, 2004 ഓഗസ്റ്റ് 1-ന് ലേറ്ററും ആവാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോഴേ നമുക്ക് ഓഗസ്റ്റിലായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തായാലും ഒക്ടോബറിലാണ്. അപ്പൊ ഒക്ടോബർ വെച്ച് കട്ട് ഓഫ് ആയിരിക്കും ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കൂടുതൽ. അപ്പോ നിങ്ങൾ നോക്കുക, ചിലപ്പോ ഈ നമുക്ക് 30 വയസ്സ് കഴിഞ്ഞ് ചിലപ്പോൾ 1 മാസം 2 മാസം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അത് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ആ 30-ഓട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും 20-ക്കും 30-ക്കും ബിറ്റ്വീൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ്, അതുപോലെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാവുന്നതാണ്. ഈ ഒരു 30 ഏജ് ലിമിറ്റ് എന്ന് നമുക്ക് എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്ത് വെച്ചിട്ട് നിങ്ങളതൊന്ന് നോക്കി നോക്കാം. ഇനി നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ ആണ്. അപ്പോൾ നമുക്ക് ചില കാറ്റഗറീസിന് ചില റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ജനറൽ ഏജ് ലിമിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതില് ഏജ് റിലാക്സേഷൻ വരുമ്പോൾ SC/ST കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 35 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ഇനി അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതിൽ നോൺ ക്രീമി ലെയറിനാണ്. ക്രീമി ലെയർ എന്ന് പറയുമ്പോൾ അത് ജനറൽ കാൻഡിഡേറ്റിൽ തന്നെയാണ് വരുന്നത്. ഇനി നോൺ ക്രീമി ലെയർ വരുമ്പോഴേക്കും നമുക്കവിടെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് 33 വയസ്സ് വരെ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. അതും 2016 ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഉള്ളതാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 40 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എക്സ് സർവീസ് മെന്നും ഉണ്ട്, അതുപോലെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പൊ എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ്, അതായത് എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ആണ് അവർ ഉൾപ്പെട്ടിട്ടുള്ള കമ്മീഷൻഡ് ഓഫീസേഴ്സും അതുപോലെ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സും അവര് എന്താണ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് മിലിറ്ററി സർവീസ് റെൻഡർ ചെയ്തിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്കും 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 35 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് പേഴ്സൺ എഫക്റ്റഡ് ബൈ 1984 റിയോട്സ്. അവർക്കാണെങ്കിൽ 5 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 35 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ഇത് കൂടാതെ നമ്മൾ ചില കാറ്റഗറീസ് ഒക്കെ കണ്ടു കാണും. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്ന് കാണും, ഇപ്പൊ EWS എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഇല്ലേ മിസ് എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഈ EWS എന്ന് പറയുന്നത് ജനറലിനകത്ത് വരുന്ന ഒരു കാറ്റഗറി തന്നെയാണ് അല്ലെ, എക്കണോമിക്കലി വീക്കർ സെഷൻ. ഓക്കെ, അവർക്കും ജനറലിന്റെ അതേ കട്ട് ഓഫും അതായത് ഏജ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും അവിടെ ഒന്നും വരുന്നില്ല, സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് എക്സാമിന്റെ കട്ട് ഓഫ് വരുമ്പോഴുണ്ടല്ലോ അവിടെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. EWSന് പ്രത്യേകം കട്ട് ഓഫ് ആയിരിക്കും, ജനറലിന് പ്രത്യേകം കട്ട് ഓഫ് ആയിരിക്കും. അങ്ങനത്തെ കട്ട് ഓഫിന്റെ അത് മാത്രമേ വരുന്നുള്ളൂ. ഏജിന്റെ കാര്യത്തിൽ ജനറൽ കാൻഡിഡേറ്റ്സിന്റെ അതേ ഏജിന്റെ ലിമിറ്റ് തന്നെയാണ് EWS കാൻഡിഡേറ്റ്സിന് വരുമ്പോൾ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഏജ് റിലാക്സേഷന്റെ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷനും കാര്യങ്ങളും ഒക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് അല്ല, നിങ്ങളിപ്പം DV സമയത്ത് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ കാറ്റഗറിയിൽ എന്താണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് DV സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആണെന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ ഇനി ഡൗട്ടും കാര്യങ്ങളൊന്നും വരാനില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റിന്റെ കാര്യം വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറയാം. ഇതിൽ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല, ഇത്രയും തന്നെയാണ് ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വരുന്നതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ്യില് നമ്മുടെ എൻട്രി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ ഒരു എക്സാം ഇപ്പൊ ഇത്രയും എക്സാംസ് ഉണ്ട്. അപ്പം ആ സ്പെഷ്യൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൽ നിന്നുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ലൈവ് ക്ലാസ്സസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കൂടാതെ അഫോർഡബിൾ റേറ്റ്സ് ആയിരിക്കും, അതും സ്പെഷ്യൽ റേറ്റ്സിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. കൂടാതെ നമുക്കതൊരു 100% ഒരു റിസൾട്ട് ഓറിയന്റഡ് ബാച്ച് ആയിട്ട് തന്നെയായിരിക്കും നമ്മളത് കൊണ്ടുപോകുന്നത്. ഇനി കൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് അതിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, നമ്മൾ സാധാരണ 1 വർഷത്തെ വാലിഡിറ്റിയിൽ 2 വർഷത്തെ വാലിഡിറ്റിയിൽ ചിലപ്പോൾ 6 മാസ വാലിഡിറ്റിയിലൊക്കെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഈ മെയ് ബാച്ചിലേക്ക് ഈ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം ഒരു ബാച്ച് തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലൈഫ് ടൈം ബാച്ചാണ്, ഒറ്റ പേയ്മെന്റ് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ത്രൂ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മെന്റർഷിപ്പ് സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് 1 by 1 ആയിട്ടുള്ള മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ മെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്കുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച്, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചൊന്ന് എൻക്വയറി നടത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് എഴുതി അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ചോദിക്കാൻ സാധിക്കും. എൻക്വയറി നടത്തുന്നുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഓരോ സെക്ഷൻസ് ആയിട്ടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.